തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചരണം കൂടുതൽ ആവേശത്തിലാക്കി മുന്നണികൾ. 75,644 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടിംഗ് മെഷീനുകളുടെ വിതരണവും ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രണ്ടാംഘട്ട പ്രചരണത്തിലും വീറും വാശിയും ഒട്ടും കുറയാതെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും വോട്ടുറപ്പിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ 10 ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനായുള്ളത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് 12 ദിവസവും. വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും പറഞ്ഞുള്ള പ്രചാരണത്തിൽ LDF തന്നെയാണ് മുന്നിലുള്ളത്. വിമത സ്ഥാനാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുവരെയും UDFന് കഴിയാത്തത് മുന്നണിക്ക് പ്രധാന വെല്ലുവിളിയായി തുടരുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. NDAയിൽ എല്ലാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞിട്ടില്ലെന്നതും മുന്നണിയിലും ജനങ്ങൾക്കിടയിലും അവമതിപ്പുണ്ടാക്കി. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തയ്യാറായി. ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ പ്രവർത്തന സജ്ജമായ EVMകൾ ജില്ലകളിലെ സ്ട്രോങ് റൂമുകളിൽ നിന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.